ഞാൻ ഈ മരിയ സദസ്സിനെ കുറിച്ച് കേൾക്കുന്നത് തന്നെ അനിയത്തി പറഞ്ഞിട്ടാണ്. പക്ഷേ ബ്രദറിനെ വിളിക്കണം, ഇതിന്റെ നമ്പർ ചേച്ചി നമുക്ക് എങ്ങനെ സംസാരിക്കണം എന്നൊക്കെ പറഞ്ഞു. പക്ഷെ എനിക്കെന്തോ അത്ര വിശ്വാസക്കുറവ് പോലെ തോന്നി. അപ്പോൾ ഒരു ദിവസം ഹസ്ബൻഡ് ലീവിന് വന്ന സമയമായിരുന്നു. ആ സമയത്ത് ഒരു ദിവസം ഞാൻ പറഞ്ഞു, ചേട്ടാ എന്തായാലും അനിയത്തി പറയുന്നില്ല, നമുക്ക് ഏതായാലും ഒന്ന് മരിച്ചതും വരെ ഒന്ന് പോയി വരാം. അപ്പോൾ ഇവിടെ വന്ന് അതിരാവിലെ വന്നു, ബ്രദറിനെ കണ്ടു, ഒത്തിരിയേറെ കാര്യങ്ങളൊക്കെ പറഞ്ഞു, പ്രാർത്ഥനയ്ക്കൊക്കെ ഇരുന്ന് പോയി. അപ്പോൾ ഒരു ദിവസം ഞങ്ങൾക്ക് കൗൺസിലിംഗ് വേണമെന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ പിന്നെ ഒരു ദിവസം ഞങ്ങൾ കൗൺസിലിങ്ങിനായിട്ട് വന്നു. കൗൺസിലിങ്ങിന് വന്ന സമയത്താണ് സത്യം പറഞ്ഞാൽ ബ്രദറിന് അത്രയേറെ ജ്ഞാനവും കഴിവും ഉള്ള കാര്യങ്ങൾ ഞങ്ങൾ അറിഞ്ഞത്. കാരണം ഞങ്ങളുടെ ജീവിതത്തിൽ എന്തൊക്കെ സംഭവിച്ചിട്ടുണ്ടോ അതെല്ലാം ബ്രദർ ഒന്നൊഴിയാതെ ഞങ്ങളോട് പറഞ്ഞുകൊണ്ടിരുന്നു. കാരണം എനിക്കുള്ള പ്രധാന സ്വഭാവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കരമായി അങ്ങ് ഒരുങ്ങും. ഭയങ്കര മോഡൽ ഡ്രസ്സുകളായാലും അതിന് മേച്ച് കോസ്റ്റ്യൂംസ് ആയാലും പിന്നെ ഫാൻസീസ് ആയാലും ഒത്തിരിയേറെ വാങ്ങും, അണിയും, ഭയങ്കര ആർപ്പാടായിട്ടാണ് നടക്കും. അപ്പോഴും ബ്രദറിൻ്റെ യഥാർത്ഥത്തിൽ ഞാൻ ആരോ എന്തോ ഒന്നും അറിയില്ല. പക്ഷേ ബ്രദർ കുറേ നേരം എൻ്റെ തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ചിട്ട് പറയണം, മോളെ ദൈവം നിനക്ക് വേണ്ട സൗകര്യമെല്ലാം തന്നിട്ടുണ്ട്, നിനക്ക് നല്ലൊരു ഭർത്താവിനെ, നല്ല കുട്ടികളെ ഒക്കെ തന്നിട്ടുണ്ട്. ഇതെല്ലാം ഒന്നും ആവശ്യമില്ല. കാരണം ദൈവം നിനക്ക് രൂപം നൽകുന്നതിന് മുമ്പ് തന്നെ നിന്റെ രൂപം അവിടുത്തെ കണ്ണുകൾ കണ്ടു കഴിഞ്ഞു. പിന്നെ എന്തിനാ മോളെ ഇതിനോടുള്ള എല്ലാം മാറ്റി വയ്ക്കുക. ദൈവം നിന്റേതായ രീതിയിൽ തന്നെ നിന്നെ ഒരുക്കുന്നുണ്ട് വേണ്ട. ആ സമയം മുതൽ ഞാൻ അതെല്ലാം ഉപേക്ഷിക്കുകയായിരുന്നു. പിന്നെ എൻ്റെ കുറേ ദുസ്വഭാവങ്ങൾ ഇങ്ങനെ ബ്രദർ പറഞ്ഞിരുന്നുണ്ടായിരുന്നു. മോളെ ഫോണിൽ അധികം നേരം സംസാരിക്കരുത്, ടി വി ഒരുപാട് കാണരുത്. പിന്നെ അങ്ങനെ എൻ്റെ അതായത് ഇപ്പം ഏതെങ്കിലും ഒരു വാഹനത്തിൽ കയറിയാൽ തന്നെ അവിടുത്തെ ആ കണ്ണാടിയിലൂടെ എപ്പോഴും മുഖം നോക്കിയിട്ടിരിക്കുന്ന ഒരു സ്വഭാവം. പക്ഷെ എനിക്ക് മാത്രമേ അറിയാനുള്ളൂ. ബ്രദർ വളരെ ലാഘവത്തോടെ എന്നോട് ഇങ്ങനെ പറഞ്ഞായിരുന്നു, മോൾക്ക് ഇങ്ങനെ ഒരു സ്വഭാവം ഉണ്ട്, അല്ലെങ്കിൽ ദുസ്വഭാവമാണ്, അതൊന്ന് മാറ്റണം എന്ന്. അപ്പോഴൊക്കെ എനിക്ക് പറഞ്ഞു ചേട്ടനാണെങ്കിൽ കുട്ടിയിട്ടുണ്ട്, ചേട്ടൻ്റെ ഒരു കാര്യവും പറയുന്നില്ലല്ലോ. അപ്പോഴും എന്നോട് പ്രാർത്ഥനയുടെ സമയത്ത് ഇങ്ങനെ പ്രാർത്ഥിച്ചിരുന്ന സമയത്ത് എനിക്ക് തോന്നി എന്റെ ഭാഗത്ത് ദൈവം കണ്ട സ്വഭാവങ്ങൾ ബ്രദറിന് തോന്നിക്കൊടുത്തു. കാരണം എന്നെ ഇതിനു മുൻപ് ബ്രദറിനെ അറിയില്ല, ബ്രദറിന് എന്നെ അറിയില്ല, ബ്രദറിന് എന്റെ സ്വഭാവങ്ങൾ അറിയില്ല. പക്ഷെ എനിക്ക് മനസ്സിലായി പരിശുദ്ധാത്മാവിലൂടെ ബ്രദറിന് നൽകിപ്പെട്ട ജ്ഞാനം തന്നെയാണ്. അതുകൊണ്ട് എനിക്ക് ആ നിമിഷം മുതൽ എനിക്ക് പ്രാർത്ഥനയിലോട്ട് വളരെ ശക്തമായിട്ട് ഞാൻ വന്നുകൊണ്ടിരുന്ന ഇടയ്ക്ക് പിന്നെ ഞാൻ ഒരു തവണ എന്തോ ബ്രദറിനെ വിളിക്കുകയും സംസാരിക്കുകയും ചെയ്തായിരുന്നു. ബ്രദറിന്റെ കാര്യങ്ങൾ പറഞ്ഞിരുന്നു, മോളെ പ്രാർത്ഥനയിലായിരിക്കണം, ദൈവം നിങ്ങൾ അതിന് വേണ്ടിയിട്ടാണ് തിരഞ്ഞെടുത്തത്, പ്രാർത്ഥിക്കുന്നു പറഞ്ഞു. അങ്ങനെ ഒത്തിരിയേറെ വചനങ്ങളൊക്കെ പറഞ്ഞു തന്നു. പിന്നെ ഞാൻ പ്രാർത്ഥനയിലോട്ടായി. പിന്നെ ധ്യാനങ്ങളൊക്കെ കൂടി വളരെ ശക്തിയേറിയ രോഗസൗഖ്യങ്ങളായാലും ജീവിതത്തിൽ സമാധാനമായ സന്തോഷമായാലും ഒത്തിരിയേറെ അനുഭവിക്കുന്നുണ്ട്. വിശ്വാസത്തിൽ കുറേയേറെ ശക്തിപ്പെടാൻ സാധിച്ചു. വിശ്വാസം എന്നതിന് വളരെയേറെ എനിക്ക് അനുഭവപ്പെട്ട ഒരു സമയം തന്നെയായിരുന്നു. പ്രത്യേകിച്ച് എൻ്റെ അനിയത്തിമാർ രണ്ടുപേരും സിസ്റ്റേഴ്സാണ്. അവരുടെ മരിയസ് പ്ലാസ്റ്റിക് എന്ന സിസ്റ്റർ ഒത്തിരി പറയുന്നത് അങ്ങനെ സമയം തന്നെ വിശ്വാസത്തിൽ പക്ഷേ എങ്കിലും എനിക്ക് വിശ്വാസത്തിൽ വർഷത്തിന്റെ സമയമായിട്ടുണ്ട്. എങ്കിലും ദൈവം തന്നെ വളരെ ആദ്യമായിട്ട് തന്നെ വലിയ പ്രാർത്ഥിക്കുന്ന ഒരു ദിവസത്തെ പ്രാർത്ഥി പോയവര് ഒരു വർഷം പറ്റാത്തത് അത് എനിക്ക് മുന്നോട്ട് കൊടുക്കാനായിരുന്നു പൈസ. അങ്ങനെ ഒത്തിരി അനുഗ്രഹമുണ്ട്. പിന്നെ അതുപോലെ തന്നെ ജീവിതത്തിൽ കിട്ടിയ സമാധാനം ഭയങ്കര സന്തോഷമായിരുന്നു. പിന്നെ കടബാധ്യതകൾ എന്ന് പറഞ്ഞാൽ എനിക്ക് തീർക്കാൻ പറ്റാത്ത രീതിയിലുള്ളതായിരുന്നു. കൂടി കൂടി എന്ന് വരുന്ന ആ സമയം ഇത് എന്ത് ചെയ്യണമെന്ന് അറിയാത്തൊരവസ്ഥയിൽ
എനിക്ക് ഞങ്ങൾക്ക് അറിഞ്ഞൂടാത്ത വ്യക്തികൾ തന്നെ ഞങ്ങൾ ഒത്തിരിയേറെ സഹായിച്ച ഒരവസ്ഥയുണ്ടായി. അപ്പോൾ കടബാധ്യതകളെല്ലാം വളരെയേറെ ശമനം വന്നു. ഇതിനെ കൂടാനും കൂടി നന്ദി പറഞ്ഞാൽ പോലും മതിയാകത്തില്ല. അത്രയേറെ അനുഗ്രഹങ്ങളാണ് ദൈവം ചൊല്ലിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ എനിക്ക് എല്ലാവരോടും പറയാനുള്ളത്, നമ്മുടെ സമ്പാദ്യത്തിലും ഞാൻ നേരത്തെ ഇതുപോലെയാണ് ദശാംശമൊന്നും കൊടുക്കാറില്ലായിരുന്നു. കാരണം കിട്ടുന്ന വരുമാനം പല പല കാര്യങ്ങൾക്ക് എടുക്കുമ്പോഴും തിരുന്നല്ലോ എന്നുള്ളൊരു സങ്കടമായിരുന്നു. പക്ഷേ ഇപ്പോൾ ഞാൻ എൻ്റെ എത്ര ബുദ്ധിമുട്ടുള്ള സമയമായാലും അടുത്തുള്ള ഒരു ധ്യാന കേന്ദ്രത്തിനായാലും എനിക്ക് കിട്ടുന്ന വരുമാനത്തിൻ്റെ ഒരു ചെറിയ പങ്കായാലും ഞാൻ ഓടി എത്തിക്കും. കാരണം അത് കാരണം എനിക്ക് ദൈവം ഒത്തിരിയേറെ, ഞാൻ ഇപ്പോഴത്തെ ആർക്ക് ഇങ്ങനെ ദശാംശം കൊടുത്തിട്ടുണ്ടോ ആ സമയത്തെല്ലാം ദൈവം അതിൻ്റെ ഇരട്ടിയുടെ 10 മടങ്ങായിട്ട് എനിക്ക് കിട്ടിയിട്ടുണ്ട്. കാരണം ദൈവം തന്നെ അരുളി ചെയ്തിട്ടുണ്ട്, എൻ്റെ നാമത്തിൽ നിങ്ങൾ ഒരു പാത്രം വെള്ളം കൊടുത്താൽ അതിൻ്റെ പ്രതിഫലം ലഭിക്കുമെന്ന്. ആ പ്രതിഫലം അല്ല, അതിൻ്റെ ഇരട്ടിയുടെ ഒരു പ്രതിഫലം ഞാൻ അങ്ങനെ കിട്ടി. അതുകൊണ്ട് നിങ്ങളെല്ലാവരും നിങ്ങളുടെ വരുമാനത്തിൽ ചെറിയ പങ്ക് ഈ ധ്യാനകേന്ദ്രം ഒത്തിരിയേറെ കടബാധ്യതകളുണ്ട്. നിങ്ങളുടെ മനസ്സറിഞ്ഞ് നിങ്ങളുടെ സഹായം അതിൻ്റെ അനുഗ്രഹം നിങ്ങൾക്ക് നിങ്ങളുടെ കുടുംബത്തിന് സഹായിക്കും. പിന്നെ അതുപോലെ വിശ്വാസം എന്ന് പറഞ്ഞാൽ വളരെ വലുതാണ്. ഒന്നാം വാക്യത്തിൽ തന്നെ പറയുന്നുണ്ട്, പ്രത്യാശിക്കുന്നവ ലഭിക്കുമെന്ന്, കാണപ്പെടാത്തവ ഉണ്ടെന്നുള്ള ഉറച്ച ബോധ്യമാണ് വിശ്വാസം. വിശ്വാസം എന്ന് പറഞ്ഞാൽ തന്നെ യേശുവിലുള്ള നമ്മുടെ അടിയുറച്ച വിശ്വാസം തന്നെയാണ്. യേശുവിൽ വിശ്വസിച്ച നിന്റെ കുടുംബം രക്ഷ പ്രാപിക്കുന്ന അപ്പോസ്തല പ്രവർത്തനങ്ങളിലൂടെ 16-31 വാക്യത്തിൽ തന്നെ പറയുന്നുണ്ട്. ആ ഒരു വിശ്വാസത്തിലൂടെ നമുക്ക് മുന്നോട്ട് പോയാൽ തീർച്ചയായും രക്ഷ പ്രാപിക്കും. ഈ ഒരു വചനത്തിന്റെ ശക്തിയായിട്ട് ഞാൻ, എൻ്റെ അനിയത്തിമാരും എൻ്റെ കുടുംബം തീർച്ചയായിട്ടും യേശുവിലൂടെ രക്ഷ പ്രാപിച്ചു കൊണ്ടിരിക്കുന്ന സമയം തന്നെയാണ്. യേശുവിലൂടെയും പരിശുദ്ധ അമ്മയിലൂടെയും ഞങ്ങൾക്ക് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും എല്ലാ നന്മകൾക്കും നന്ദി സ്തുതി ആരാധിച്ചു.